നമസ്കാരം. ഇന്ന് പപ്പായ കൊണ്ട് പച്ചടി ഉണ്ടാക്കാം. അതിനായി ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. തൊലി എത്താം. ഈ പപ്പായ പച്ചടി നല്ല ടേസ്റ്റായിരിക്കും. ചോറിൻ്റെ കൂടെ വേറെ കറീൻ്റെ ആവശ്യമില്ല. തൊലിയെത്തി ഇനി കഷ്ണങ്ങളാക്കി ഉള്ളിലത്തെ കുരുവെല്ലാം മാറ്റിക്കളയാം. ഇനി ചെറുതായി അരിഞ്ഞെടുക്കണം. പപ്പായെല്ലാം അരിഞ്ഞു കഴിഞ്ഞ് കഴുകി വെച്ച് ഇനി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി അടുപ്പത്ത് വെക്കാം. അടച്ചു വെച്ച് കുറച്ച് നേരത്തിന് വേകാൻ വേണ്ടി. ഇനി 3 പിടി തേങ്ങ ചിരവിയതുണ്ട്, അത് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക. 5 പച്ചമുളക് ഇട്ട് തരിതരിയായി ഒന്ന് പൊടിച്ചെടുത്ത് 1 ടീസ്പൂൺ കടുകിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് വെച്ച് അരച്ചെടുത്ത് ഇനി അടപ്പ് തുറന്ന് പപ്പായ വെന്ത് വെള്ളം ഊറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വേണ്ടി. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ജാറിൽ കുറച്ച് മോരൊഴിച്ച് അത് ഒഴിച്ച് കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കി ചേർക്കാം. പപ്പായ വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. കുറച്ചുകൂടി മോരൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പത്ത് ചട്ടി വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ 3-4 വറ്റൽമുളക് ഇട്ട് ഇനി പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല സൂപ്പർ പച്ചടിയാണ്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക.